ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ യു.എയിൽ ജോലി നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനായിരുന്നു ഞാനിത് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരും കുറേ മെസ്സേജ് അയച്ചു, സി വിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതുപോലെ HR ഫീൽഡ്, ലാബ് ടെക്നീഷ്യൻ, പിന്നെ ബി.കോം ആണ് പഠിച്ചത്, ഞാൻ ഫ്രഷറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് ഏതൊക്കെ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് പേര് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ജോബ് റിലേറ്റഡ് വീഡിയോ ഇടുമ്പോൾ ഫസ്റ്റ് നിങ്ങളെല്ലാവരും ഞാനിടുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കൺഫ്യൂഷനാകും. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഒരു ചെറിയ ഡീറ്റെയിൽ പോലും വിട്ടുപോയാൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയെ ബാധിക്കും കേട്ടോ. അപ്പോൾ റെസ്യൂമെ അല്ലെങ്കിൽ CV ഫോർമാറ്റ് എന്ന് പറയുമ്പം നിങ്ങൾ UAയിൽ അപ്ലൈ ചെയ്യുന്ന വ്യത്യാസമുണ്ട്, അതുപോലെ യൂറോപ്പിൽ അപ്ലൈ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഫീൽഡിലാണോ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഫീൽഡിനനുസരിച്ച് അതിനുള്ള ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ അതിലുണ്ടാവണം. അതുപോലെ ഫസ്റ്റ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, എക്സ്പീരിയൻസ്, നിങ്ങൾ എത്ര കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ നിങ്ങൾ എത്ര വർഷം തൊട്ട് എത്ര വർഷം വരെ, അതായത് ഇന്ന ഇയർ തൊട്ട് ഇന്ന ഇയർ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, മന്ത്, ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അറേഞ്ച്ഡായിട്ട് നിങ്ങൾ CVയിൽ കൊടുക്കേണ്ട കാര്യം, നിങ്ങളുടെ പ്രൊഫൈല് അതിൽ വരുന്നത് നിങ്ങളുടെ അഡ്രസ്സ്, ഇമെയിൽ ID, നിങ്ങളുടെ ഇന്ത്യൻ നമ്പർ. എല്ലാവരും എന്നോട് ഡൗട്ടായിട്ട് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇന്ത്യൻ നമ്പർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഇന്ത്യൻ നമ്പറാണ് കൊടുത്തത്, അതിലേക്ക് അവർ ഡയറക്റ്റ് കോൾ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ വാട്സപ്പോ ഇമെയിൽ ത്രൂ അവർ കണക്ട് ചെയ്തോളും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം മസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടി സെലക്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ജോയിനിങ് ലെറ്റർ കിട്ടാതെ അങ്ങോട്ട് പോവുകയേ ചെയ്യില്ല. ജോയിനിങ് ലെറ്റർ, പിന്നെ ഓഫർ ലെറ്റർ കാര്യങ്ങൾ ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അതുപോലെ വിസിറ്റിംഗ് വിസ പോകുന്നവരുടെ കാര്യം ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും സേഫ്. അതുപോലെ ഓഫർ ലെറ്റർ, ജോയിനിങ് ലെറ്റർ ഇത് മസ്റ്റായിട്ട് മേടിച്ചിട്ടേ പോവുള്ളൂ. അത് തരാത്ത കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമാണ്. അത് ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം. അത് കിട്ടാതെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടും. മറ്റൊരു രാജ്യമാണ്, നമ്മുടെ രാജ്യം പോലെയല്ല. എക്സ്പെൻസ്, തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.